ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാഹിസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയുമായാണ് വന്നിട്ടുള്ളത്. എങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് സേമിയം വീട്ടിൽ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. എൻ്റെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ കാണുന്ന ബെൽ ബട്ടനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനൊരു ഫ്രൈയിങ് പാനിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള സേമിയം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. സേമിയം ഇപ്പോൾ നല്ലതുപോലെ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി 2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് ഇനി അടച്ചു വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടി. ഇതിപ്പോൾ നല്ലതുപോലെ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു കുക്കറിൽ നമുക്ക് 1 ലിറ്റർ പാല് തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ 2 പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. പാല് തിളച്ചു വരുന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള സേമിയം ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇനി ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇനി ഇത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി. ഇതിപ്പോ നല്ലതുപോലെ ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു ഫ്രൈയിങ് പാനിൽ നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. നമ്മുടെ പഞ്ചസാര ഇപ്പോൾ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ സ്കിപ്പായി പോയിട്ടുണ്ട്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്സും എന്നെ അറിയിക്കണം. താങ്ക് യു. എല്ലാവർക്കും ഷാഹീസ് റെസിപ്പിയുടെ ഓണാശംസകൾ.